കൊല്ലം കൊട്ടാരക്കരയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സിനുള്ളിൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന. ബസ്സിനുള്ളിലെ കാലി പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ട് മന്ത്രി പൊട്ടിത്തെറിച്ചു. ഇത്തരം രീതികൾ പാടില്ല എന്ന ഉത്തരവിറക്കിയിട്ടും പാലിക്കാത്ത ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞു കൊടുക്കും. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് പിടിച്ചു നിർത്തിയത്. നടപടിയെടുക്കും, ഉറപ്പായിട്ടുണ്ട്. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സി CMDയുടെ നോട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല എന്നിട്ട് ഇട്ടിരിക്കുക. നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ട്, അങ്ങനെ ഇടരുതെന്ന് എല്ലാ സ്ഥലത്തേക്കും. അവിടെ ഇടരുത് എന്ന് പറയും. ഇത് കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതാണ്. ഇനി ഇത് ആവർത്തിക്കുക, നടപടി വരുമ്പോൾ പഠിച്ചു. നിങ്ങളല്ലെങ്കിൽ ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റി. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. ഇന്നലെ ഇട്ട കുപ്പി, കാലിക്കുപ്പി ഇന്നും അവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വണ്ടി എടുക്കുന്നത് ചുമ്മാ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് പോയി. ചുമ്മാണ് നശിക്കുന്നത്. അതൊരു ന്യായമല്ല. ഇന്നലെ ഇട്ട കുപ്പിയാണെങ്കിൽ അതിനേക്കാൾ പറ്റുന്നുണ്ട്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. സുജിത്ത്, ഈ മിന്നൽ പരിശോധന അത് എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടായതാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് നോക്കുക, ഒരു ആകെ കടത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നു കെ.എസ്.ആർ.ടി.സി. അതിന് പിന്നാലെ മന്ത്രി എത്തിയ ശേഷം നടപ്പാക്കിയ ചില പദ്ധതികൾ, അതിലൂടെ മെല്ലെ കെ.എസ്.ആർ.ടി.സി പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തുന്ന സമയത്താണ് ഒരു രീതിയിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശ്യം മന്ത്രി പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേരിട്ട് പരിശോധിക്കുക, അതിൽ നടപടികൾ എടുക്കുക എന്ന രീതിയിലേക്ക് ഗണേഷ് കുമാർ പോകുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളത് കാണുന്നുണ്ട്. എന്നാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഉണ്ടായത്, സുജിത്ത്? അതെ, പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ മന്ത്രി ഈ കെ.എസ്.ആർ.ടി.സി ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ വിവിധ ഡിപ്പോകളിൽ സംഘടിപ്പിക്കുന്ന ഉദ്ഘാടന യോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളും ഒക്കെ തന്നെ കെ.എസ്.ആർ.ടി.സി ജീവനക്കാരോട് പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ് വാഹനങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക, വൃത്തിയായി വെടിപ്പായി സൂക്ഷിക്കണമെന്നുള്ളത്. കഴിഞ്ഞ ദിവസം പുതുതായി വിതരണം ചെയ്ത വാഹനങ്ങൾക്ക് തകരാർ സംഭവിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് ഇനി ഇത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബസ്സുകൾ ഡിപ്പോയിൽ നിന്നും തിരിച്ചെടുക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന മന്ത്രി ആയൂരിൽ വെച്ച ഈ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ് ബസ്സിൽ മിന്നൽ പരിശോധന നടത്തിയത്. മന്ത്രി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ബസ് മന്ത്രിക്കെതിരെ കടന്നു പോവുകയും ഇതിന് പിന്നാലെ വന്നാണ് മന്ത്രി ആ ബസ് തടഞ്ഞ് നിർത്തിക്കൊണ്ട് ഉള്ളിൽ പരിശോധന നടത്തിയത്. അപ്പോഴാണ് ബസിന്റെ മുൻഭാഗത്തായി പ്ലാസ്റ്റിക്കിന്റെ കാലി കുപ്പികൾ കിടക്കുന്നതായി കണ്ടത്. ഒപ്പം തന്നെ കുറെ മറ്റ് ചപ്പുചവറുകളും ഒക്കെ മുൻവശത്തായി കിടക്കുന്നത് കണ്ടു. മന്ത്രി ഉടൻ തന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ജീവനക്കാരോട്. ഒപ്പം തന്നെ ജീവനക്കാരെ ആ വാഹനത്തിലെ മുഴുവൻ പ്ലാസ്റ്റിക്കുകളും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ ഇനി ആവർത്തിക്കരുതെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ചെയ്ത ആളുകൾക്കെതിരെ കൃത്യമായി നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയുകയായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് കാട്ടിക്കൊണ്ട് CMDയുടെ ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് പാലിക്കാൻ ജീവനക്കാർ പലരും തയ്യാറാകുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ഏതായാലും ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഇനിയും ഒരു ബസ്സുകളിലും ഇത്തരത്തിലൊരു കാഴ്ച ഉണ്ടാകരുതെന്നുള്ള നിർദ്ദേശമാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. പൊൻകുന്നം ഡിപ്പോയിലെ വണ്ടിയാണ് അത്. കോട്ടയത്ത് നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് മന്ത്രി ഈ വാഹനം തടഞ്ഞ് ഇത്തരത്തിൽ ജീവനക്കാരെ ശകാരിക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുകൾ അടക്കം നീക്കം ചെയ്യുകയും ചെയ്തത്. മാത്രമല്ല, ഈ മിക്ക കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലും വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനായി പ്രത്യേക ബാസ്ക്കറ്റുകളൊക്കെ തന്നെ മന്ത്രി ഇടപെട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ബസ്സുകൾ മലിനമാക്കരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം തന്നെയാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. ശരി, എന്തായാലും ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ വീഴ്ചകൾ അത് നേരിട്ട് തന്നെ ബോധ്യപ്പെടുന്നു, അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നുവെന്ന് ഗതാഗത മന്ത്രി പറയുന്നു. കഴിഞ്ഞ ദിവസം MVDയുടെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് സമയത്ത് ജീവനക്കാർ വീഴ്ച വരുത്തി നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല എന്ന പരാതി മന്ത്രി വേദിയിൽ തന്നെ പറഞ്ഞിരുന്നു. അന്ന് വേദി വിട്ട കെ.ബി. ഗണേഷ് കുമാർ ഇന്നിപ്പോൾ നേരിട്ട് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ അകത്ത് കയറി പരിശോധിച്ചാണ് ജീവനക്കാർക്ക് വേണ്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കർശനമായ നടപടികൾ ഈ കാര്യങ്ങളിൽ ഉണ്ടാകും. കൃത്യമായ നിർദ്ദേശങ്ങൾ അതെന്തുകൊണ്ട് ജീവനക്കാർ പാലിക്കുന്നില്ല എന്ന ചോദ്യമാണ് മന്ത്രി ഉയർത്തിയിരിക്കുന്നത്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവച്ചത് കൊട്ടാരക്കരയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.